ചിതാകാശത്തിൽ കാണപ്പെടുന്ന സ്വപ്നലോകം എങ്ങനെ ഭ്രമമോ അതുപോലെ തന്നെയാണ് രാമ ജാഗ്രത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചവും. ഒരു വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത്. നൻവിദാനീം ഇഷ്ടകാദേഹേ പുരാതി ജന്മദർശനാത് ജഗതയേവ ജഗജ്ജായതാം ന ബ്രഹ്മണസ്തത്രാഹ. ഇതൊക്കെ ഓരോ യുക്തികളാണ്, വ്യാഖ്യാതാവാണ്. ഈ വസിഷ്ഠ മഹർഷി പറയുന്ന ഓരോ ശ്ലോകവും ഓരോരോ സംശയങ്ങളുടെ അല്ലെങ്കിൽ എതിർ യുക്തികൾക്കുള്ള മറുപടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ശ്ലോകം എന്തിൻ്റെ ഉത്തരമാണ്, ഏത് ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് ചോദിച്ചാൽ, നൻവിദാനീം ഇഷ്ടകാദേഹേ പുരാതി ജന്മദർശനാത് ജഗതയേവ ജഗജ്ജായതാം ന ബ്രഹ്മണസ്തത്രാഹ. ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് എന്തിനു കരുതണം? ഇത് ജഗത്തിൽ നിന്നുണ്ടായതാണ് എന്ന് വിചാരിച്ചൂടെ? മറ്റൊരു ജഗത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ജഗത്ത്, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം എന്ന് കരുതുന്നതിൽ എന്ത് അപാകതയാണുള്ളത്? ബോധത്തിൽ നിന്ന് ജഗത്തുണ്ടാവുന്നു എന്നെന്തിന് കരുതണം എന്ന് ചോദിച്ചാൽ, ബോധത്തിൽ നിന്ന് മാത്രമേ ജഗത്തുണ്ടാവാൻ പറ്റൂ. യഹാ പുരാദിഹി സർഗാദാവേവ അജാതഃ സ ജഗതഃ കുതോ ജാതഃ. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന യുക്തി അംഗീകരിച്ചാൽ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. പഞ്ചഭൂതങ്ങൾ, അത് പഞ്ചഭൂതങ്ങൾ ഓരോന്നും അതാതിൻ്റെ കാരണമായ സൂക്ഷ്മഭൂതത്തിൽ നിന്നാണ് ഉണ്ടായത്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഭൂമി ജലത്തിൽ നിന്നുണ്ടായി, ജലം അഗ്നിയിൽ നിന്നുണ്ടായി, അഗ്നി വായുവിൽ നിന്നുണ്ടായി, വായു ആകാശത്തിൽ നിന്നുണ്ടായി. ഈ ആകാശം എവിടെ നിന്നുണ്ടായി നിങ്ങൾ പറയൂ? അല്ല, ആകാശം നേരത്തെ ഉള്ളതാണ്. ആകാശം നേരത്തെ ഉള്ളതാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ആകാശം പണ്ടേക്ക് പണ്ടേ ഉള്ള ഒന്നാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിലും ആ ആകാശത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. സുഷുപ്തിയിൽ കഴിയുന്ന ഒരു വ്യക്തിയും ആകാശത്തെ അനുഭവിക്കുന്നില്ല. താൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് പോലും മറന്നാണ് ഓരോ വ്യക്തിയും ഗാഠനിദ്രയിൽ കഴിയുന്നത്. അതുകൊണ്ട് ഈ ആകാശം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. ആകാശം എവിടെ നിന്നുണ്ടാവാൻ പറ്റും? ആകാശം അനന്തമാണ്, അപരിമിതമാണ്. അപരിമിതമായ ഒന്ന് അപരിമിതമായ മറ്റൊന്നിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ. അല്ലാതെ പരിമിതമായ ഒന്നിൽ നിന്ന് അനന്തമായ ഒന്ന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ആകാശം അപരിമിതമായതുകൊണ്ട്, അനന്തമായതുകൊണ്ട്, അതിർവരമ്പുകളില്ലാത്തതായതുകൊണ്ട് ആ ആകാശം അതിനേക്കാളും വ്യാപ്തിയുള്ള ഒന്നിൽ നിന്ന് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. ആകാശത്തെക്കാളും വ്യാപ്തിയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ആത്മാവ്, ബ്രഹ്മം. അത് ആകാശത്തെക്കാളും വ്യാപ്തിയുള്ളതാണ്. അതിൻ്റെ മുമ്പിൽ ആകാശം നിസ്സാരം അല്ലെങ്കിൽ പരിമിതം. ആകാശത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ ആത്മാവ്. അതുകൊണ്ട് ആകാശം തുടങ്ങി മറ്റ് 4 ഭൂതങ്ങളും പഞ്ചഭൂത സമാഹാരങ്ങളായ അല്ലെങ്കിൽ സംഘാതങ്ങളായ മറ്റു വസ്തുക്കളും ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് വേണം കരുതാൻ. സർഗാദാവേവ അജാതഃ സ ജഗതഃ കുതോ ജാതഃ. ജഗത്ത് ആദിയിൽ തന്നെ ഇല്ലാത്തതാണ്. ജഗത്ത് എന്നൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് മഹർഷി ഈ ജഗത്ത്? ബോധം ജഗത്തെന്ന പോലെ കാണപ്പെടുന്നു. സ്വപ്ന പദാർത്ഥങ്ങൾ, സ്വപ്നത്തിലെ വ്യക്തികൾ, ഇവരൊക്കെ ആരാണ് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ മനസ്സ് തന്നെ, അല്ലാതെ വേറെന്താ? നമ്മുടെ മനസ്സാണ് സ്വപ്ന ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്നതും അവയെ അനുഭവിക്കുന്നതും. അതുപോലെ പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് കാരണവും ബ്രഹ്മം തന്നെ. ജീവന്മാരുടെ രൂപത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും ഇതേ ബ്രഹ്മം തന്നെ. ഇപ്പം ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ വേദാന്തത്തിനും വേദാന്ത കൃതികൾക്കും ഏത് തത്വദർശിക്കും പറയാനുള്ളൂ. കിഞ്ച സ്വപ്നെ
വിനൈവേഷ്ടകാദിഭ്യ പുരാതയോ ദൃശ്യന്തെ. ഈ സ്വപ്നത്തിൽ ഒരാൾ നഗരത്തെ കാണുന്നു എന്നൊക്കെ, അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാണുന്നതല്ലല്ലോ. ഞാൻ ഇന്ന സ്വപ്നം കാണണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഓരോ വ്യക്തിയും സ്വപ്നം കാണുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും, നമ്മെ ഭയപ്പെടുത്തുന്ന പലതും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളാണ് സ്വപ്നത്തിന് ഉത്തരവാദി, നമ്മുടെ ഉള്ളിൽ നിന്ന് പൊന്തുന്നതാണ് ഈ സ്വപ്നം എന്നെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ജാഗ്രത് വേദനാകാശേ യദേവ പുരം തദേവ നഹാ സിദ്ധാന്തേ സ്വപ്നേപി പുരം. ജാഗ്രത്തിൽ കാണുന്നതാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജാഗ്രത്തിൻ്റെ ഒരു തുടർച്ചയോ എക്സ്റ്റൻഷനോ ആണ് സ്വപ്നം. അപ്പോൾ പുണ്യപാപകർമ്മങ്ങളുടെ ഫലം നൽകുന്നത് ഈശ്വരനാണ്. പുണ്യപാപങ്ങൾ ചെയ്യുന്നത് ജീവന്മാരാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പുണ്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഫലം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് എനിക്ക് കിട്ടണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് ചിത്തിൻ്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ്, ശക്തി പ്രകടനം. പുറമേ കാണുന്ന സ്വപ്നമാണ് പ്രപഞ്ചം. അതിന് നാം സത്യത്വം കൽപ്പിക്കുന്നത് നമ്മുടെ അജ്ഞത കാരണമായിട്ടാണ്. ബാഹ്യജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. ഈശ്വര ശക്തിയായ മായയാണ് ജഗത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം. മായയുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതും ഇല്ലാത്തതാവാനേ തരമുള്ളൂ. കാരണം മായ തന്നെ ഇല്ലാത്തതാണ്. മായ ഇല്ലാത്തതായതുകൊണ്ട് മായാസൃഷ്ടമായ പ്രപഞ്ചവും വാസ്തവത്തിൽ ഉള്ളതാവാൻ പറ്റില്ല. ആ മിഥ്യയായ പ്രപഞ്ചത്തെ എന്തുകൊണ്ട് ജീവന്മാർ സത്യമെന്ന് കരുതുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: സത്യത്തെ തിരിച്ചറിയാത്തത് കൊണ്ട്. സത്യത്തെ മനസ്സിലാക്കിയാൽ മിഥ്യ അതിൻ്റെ മുമ്പിൽ വഴിമാറിത്തരും. അതുകൊണ്ട് ഈ സ്വപ്നലോകം പോലെ ഒന്ന് തന്നെയാണ് ജാഗ്രത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ലോകവും. സ്വപ്നേപി പുരം തത്ര ച വ്യഭിചാരഃ സ്ഫുട ഇത്യർത്ഥ. സ്വപ്ന ദൃശ്യങ്ങൾ അല്പസമയം കൊണ്ട് നഷ്ടമാകുന്നു. പ്രപഞ്ച ദൃശ്യങ്ങൾ കുറേ വർഷങ്ങളുടെ ഒടുവിൽ നഷ്ടമാകുന്നു. എന്താ വ്യത്യാസം? ആ കാലദൈർഘ്യത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് അല്പസമയത്തിനകത്തില്ലാതാവുന്നു, മറ്റേത് കുറേ കൊല്ലങ്ങൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം നഷ്ടമാകുന്നു. അപ്പോൾ നാശം എന്നുള്ളത് സ്വപ്നലോകത്തിനും ജാഗ്രത്തിലെ ലോകത്തിനും പൊതുവായതുകൊണ്ട് രണ്ടും മിഥ്യ തന്നെയാണ്. ഭേദസ്വപ്നാദ്രി ചിദ്വ്യോംനോർ നശൂന്യാംബരയോരിവ യദേവ ചിന്നഭോ നാമ തദേവ സ്വപ്നപത്തനം. സ്വപ്നാദ്രി, സ്വപ്നത്തിൽ കാണപ്പെടുന്ന പർവ്വതം, അത് ചിദാകാശം തന്നെയാണ്. ഒരു കൂറ്റൻ പർവ്വതത്തെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു. ഒരു പർവ്വതം എന്തായാലും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ? നദികൾ, വാഹനങ്ങൾ, വിമാനങ്ങൾ, നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നു. ഭീകര ജന്തുക്കൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, ഭഗവാൻ പോലും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാം. മഹാത്മാക്കൾ, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണദേവൻ, അവരൊക്കെ പണ്ടേ ശരീരം ത്യജിച്ചവരല്ലേ? അല്ല, നിങ്ങൾ വിചാരിച്ചാൽ അത് അവരെക്കുറിച്ചുള്ള സങ്കല്പം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്വപ്നത്തിൽ അവരെ കാണാൻ കഴിയും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഒന്നിനെ കാണണമെങ്കിൽ അത് ഉള്ളതാവണം എന്ന് നിയമമില്ല. ഇല്ലാത്തതിനെയും അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും. അതിനെയാണ് ഭ്രമമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം അതുപോലെ ഒരു ഭ്രമമാണ്. സ്വപ്നാദ്രി ചിദ്വ്യോംനഃ ഭേദഃ ന. സ്വപ്നത്തിൽ കാണപ്പെടുന്ന പർവ്വതത്തിനും ചിദാകാശത്തിനും വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ചിദാകാശം തന്നെ സ്വപ്ന പർവ്വതമായി കാണപ്പെടുന്നു. ഏതുപോലെ? വ്യത്യാസമില്ല എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടി ശൂന്യ അമ്പരയോരിവ. ശൂന്യതയും ആകാശവും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ആകാശം എന്ന് പറയുന്നത് എന്താണ്?
ശൂന്യത, ഒന്നുമില്ല. ആകാശത്തിൽ വസ്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്, അത് ശരി. പക്ഷേ ഈ ആകാശം ഇതെന്താണ്? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലായ്മയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പേരാണ് ആകാശം. അതായത് ശൂന്യത എന്നുള്ള അർത്ഥത്തിലാണ് ആകാശം എന്ന വാക്ക് പ്രയോഗിക്കപ്പെടുന്നത്. അമ്പരവും ശൂന്യവും ഒന്ന് തന്നെ, ആകാശവും ശൂന്യവും ഒന്ന് തന്നെ. ശൂന്യം തന്നെയാണ് ആകാശം, ആകാശം തന്നെയാണ് ശൂന്യത. യദേവ ചിന്നഭോനാമ തദേവ സ്വപ്നപത്തനം. അതുപോലെ ചിതാകാശം തന്നെയാണ് സ്വപ്ന നഗരം അല്ലെങ്കിൽ സ്വപ്നപർവ്വതം. അല്ലാതെ ചിത്തിൽ നിന്ന് വേറിട്ട് കാഴ്ചകൾക്ക് നിലനിൽപ്പില്ല. എല്ലാ കാഴ്ചകളെയും പ്രകാശിപ്പിക്കുന്നത് ബോധമാണ്, ബ്രഹ്മമാണ്. അതുകൊണ്ട് എല്ലാം അതാകാനേ തരമുള്ളൂ. ഏവം സ്വപ്ന ജാഗ്രതർത്ഥയോർ ഭേദാഭാവേ സ്വപ്നാർത്ഥാനാം ചിദ്വ്യോമ ഭേദാഭാവാത് ജാഗ്രതർത്ഥാനാമപി തദഭേദഃ സിദ്ധഃ ഇത്യാശയേന. സ്വപ്ന പദാർത്ഥങ്ങൾക്കും ജാഗ്രതത്തിലെ പദാർത്ഥങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സ്വപ്ന പദാർത്ഥങ്ങൾ ചിത്താണെങ്കിൽ ജാഗ്രതത്തിലെ വസ്തുക്കളും ചിത്താവാനേ പറ്റൂ. എന്താ വ്യത്യാസം? വസ്തുക്കളുടെ പ്രതീതി മാത്രമേ ഉള്ളൂ. വസ്തുക്കളുടെ പ്രതീതിയെ വസ്തു എന്ന് കരുതുന്നത് അജ്ഞത കാരണമായിട്ടാണ്. ഇപ്പം ഈ പ്രപഞ്ചം മിഥ്യയാണ്, ഈ മേശയും കസേരയും സൂര്യനും ചന്ദ്രനും എല്ലാം ഭ്രമമാണ്, ഇതൊക്കെ പ്രതീതി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചു തരില്ല. എന്തുകൊണ്ട്? ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നു, തൊട്ട് നോക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. മേശ ഇത് ഏതോ ഒരു ആശാരി ഉണ്ടാക്കിയതാണ്, തടി കൊണ്ടുണ്ടാക്കിയതാണ്. ആ തടി എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ മരം വളർന്നത് ഈ ഭൂമിയിലാണ്. ഇതെല്ലാം ഭ്രമമാവാൻ പറ്റുമോ? അല്ല, സ്വപ്നത്തിൽ എന്തുകൊണ്ടെന്ന് എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ഒരു ഐന്ദ്രജാലികന് എന്താണ് പ്രദർശിപ്പിക്കാൻ പറ്റാത്തത്? ഐന്ദ്രജാലികന്മാരെ പ്രദർശിപ്പിക്കുന്ന ഒരു സാധാരണ കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട്. ഒരു മാങ്ങയണ്ടി നമ്മളെല്ലാം, അതായത് കാണികൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ, മണ്ണിലൊരു ചെറിയൊരു കുഴിയെടുത്ത് ഈ മാങ്ങയണ്ടി അതിനകത്തിട്ട് അയാൾ മണ്ണ് മൂടും. എന്നിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ പുറത്ത് ഒഴിക്കും. ഒഴിച്ചിട്ട് ഒരു ബക്കറ്റ് കൊണ്ട് അത് മൂടും. നമ്മൾ വിചാരിക്കുന്നത് ഇതെന്തോന്നത്, ബക്കറ്റ് കൊണ്ട് ഇതുപോലെ മാങ്ങേണ്ടി കുഴിച്ചിട്ടിട്ട് ബക്കറ്റ് കൊണ്ട് മൂടാൻ ആർക്കാണ് പറ്റാത്തത്? ഇനിയാണ് മാജിക് കിടക്കുന്നത്. ഒരല്പം സമയം, ഏതാനും മിനിറ്റുകൾ പോലുമില്ല, ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ് ആ ബക്കറ്റ് അയാൾ മാറ്റുമ്പോൾ ആ മാങ്ങയണ്ടി കിളിർത്ത് ഒരു ചെറിയ മാവായി മാറി ആ മാവിൽ ഒരു മാങ്ങ കാച്ചിട്ടുണ്ടാവും. ഇത് ജാഗ്രതത്തിലെ ലോകത്തിൽ സാധ്യമാണോ? മാങ്ങയണ്ടി കുഴിച്ചിട്ടാൽ അത് പൊടിച്ചു വരാൻ സമയമെടുക്കും. അത് വളർന്ന് മരമായതിന് ശേഷം മാത്രമാണ് അതിൽ മാങ്ങകൾ ഉണ്ടാവുക. ഇതെല്ലാം ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് ഇയാൾ ഉണ്ടാക്കി കാണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ആ മാങ്ങ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അതിനെ കത്തി കൊണ്ട് മുറിച്ച് ഈ കാണികൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കഷണം നൽകും. കഴിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ മാങ്ങ നിങ്ങളുടെ തോന്നലാണ്, അല്ല അയാൾ. കാരണം മിനിറ്റുകൾ കൊണ്ട് മാവ് വളർന്ന് മാങ്ങ കായ്ച്ച ചരിത്രം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ ആ മാങ്ങ അയാൾ പറിച്ചു തരുന്നു, അതിനെ കഷണങ്ങളാക്കി തരുന്നു, നമ്മൾ അതിനെ കഴിക്കുന്നു. ഒറിജിനൽ മാങ്ങ പോലെ തന്നെയുണ്ട്. പക്ഷെ അത് ഒറിജിനൽ മാങ്ങയാണോ? ഒറിജിനൽ മാങ്ങ ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അയാളുടെ ഇന്ദ്രജാലത്തിൽ അയാൾക്ക് എന്തിനെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാൻ പറ്റും. എന്തും ഇന്ദ്രജാലത്തിൽ സാധ്യമാണ്. അതുപോലെ വലിയ ഒരു ഇന്ദ്രജാലമാണ് മായ. മായയ്ക്ക് പറ്റാത്തതായി ഒന്നുമില്ല. നമ്മൾ ഓരോ ന്യൂസും ഒക്കെ പത്രത്തിൽ ഓരോ വാർത്തകൾ കണ്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ മായയുടെ കളി. ഇതിൽ അത്ഭുതപ്പെട്ട് വാപൊളിച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കും.
ആർക്കും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഈ ആശ്ചര്യപ്പെടുന്ന സ്വഭാവം നിർത്തുക. ഒരു ന്യൂസ് കേട്ടു, അതിനെന്താ ഇപ്പോൾ? മരിച്ചയാൾ വീണ്ടും ജീവനോടുകൂടി എഴുന്നേറ്റിരുന്നു, അതിനെന്താ? ജീവിച്ചിരിക്കുന്നവൻ മരിച്ചു പോകുന്നില്ലേ? അതിലെന്തേ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാത്തത്? ഒരു 80-85 കൊല്ലം സ്പന്ദിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്നു. നമ്മൾ പറയുന്ന ആൾ മരിച്ചു എന്ന്. മരിച്ചുപോയ ആൾ അയാളെ ചിതയിൽ കൊണ്ടുവച്ചപ്പോൾ പഴയതുപോലെ ചാടി എഴുന്നേൽക്കുന്നു. അല്ല, അയാൾ മരിച്ചതല്ലേ, ഡോക്ടർമാർ വിധി എഴുതിയതല്ലേ? ഒക്കെ ശരി തന്നെ. ഈ ഡോക്ടറും ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പും എല്ലാം മായയുടെ ഉള്ളിലാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പാതിരാത്രി സൂര്യൻ ഉദിക്കാൻ പറ്റുമോ? ഇന്ന് പാതിരാത്രി സൂര്യൻ ഉദിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾ സമയം നോക്കുമ്പോൾ മണി 12-12:30 ആയതേ ഉള്ളൂ. ആകാശത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെടും. നമുക്ക് അതല്ലേ പറ്റൂ. ഇതെന്തുകൊണ്ട്, എങ്ങനെ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ് ഒരാൾക്ക് അത്ഭുതം തോന്നുന്നത്. ഈ പ്രപഞ്ചം തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും മനുഷ്യരുടെ ഉള്ളിൽ ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ? ഇത് മായയുടെ കളിയാണ് എന്ന് മനസ്സിലാക്കിയാൽ ശാന്തമായിട്ടിരിക്കുക. മലകൾ ഇടിഞ്ഞ് അവിടെ നിരപ്പാകുന്നു, കടലുകൾ വറ്റി മണലാരണ്യങ്ങളാകുന്നു. ഇതൊക്കെ എങ്ങനെ? ഈ എങ്ങനെ എന്നുള്ള ചോദ്യം മായയിൽ വേണ്ട. ഇത് മായയാണെന്ന് അറിഞ്ഞാൽ എങ്ങനെ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കില്ല. ഇതൊരു തോന്നൽ. ഞാൻ എന്തുകൊണ്ട് ഇന്നലെ ആ സ്വപ്നം കണ്ടു? ഒരാളുടെ സ്വപ്നത്തിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? ഭ്രമത്തിന് എന്ത് യുക്തി? യുക്തിയില്ലാത്ത കാഴ്ചയാണ് ഭ്രമമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭ്രമത്തിന് യുക്തി അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ്, നിഷ്പ്രയോജനമാണ്. ഇങ്ങനെ സ്വപ്നപദാർത്ഥങ്ങളും ജാഗ്രത്തിലെ പദാർത്ഥങ്ങളും പ്രതീതി മാത്രമാണ്. രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത് ചിത്താണ്. ആ ചിത്ത് സ്വപ്നത്തിലുമുണ്ട്, ജാഗ്രത്തിലുമുണ്ട്. അതുകൊണ്ട് ജാഗ്രത്തും ഒരർത്ഥത്തിൽ ഭ്രമമാണ്. ആ ഭ്രമത്തെ പ്രകാശിപ്പിക്കുന്നത് ചിത്ത് തന്നെയാണ്. യദേവ സ്പന്ദനം നാമ സയേവ പവനോ യഥാ സ്പന്ദാസ്പന്ദൈകരൂപാത്മാ വായുർവ്യോമോപമോ യഥാ. യദേവ സ്പന്ദനം നാമ സയേവ പവനോ യഥാ. വായുവിലുണ്ടാകുന്ന സ്പന്ദനമാണ് കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഈ കാറ്റ്? കാറ്റ് വീശുന്നു, കാറ്റടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. വായുവിൽ 2 തരമുണ്ട്. ചലിക്കുന്ന വായു, ചലിക്കാത്ത വായു. രണ്ടും വായു തന്നെയാണ്. പക്ഷെ ചലിക്കുന്ന വായുവിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, അതാണ് കാറ്റ്. വായുവിൽ ചലനം ആരോപിക്കപ്പെടുമ്പോൾ അത് കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വാസ്തവത്തിൽ സ്പന്ദനം എന്ന് പറയുന്നത് കാറ്റ് തന്നെയാണ്. കാറ്റാണ് സ്പന്ദിക്കുന്നത്. സ്പന്ദനം ഭ്രമമാണെങ്കിലും അത് ആരോപിക്കപ്പെടുന്നത് കാറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് സ്പന്ദനത്തെയും കാറ്റിനെയും ഒന്ന് തന്നെ എന്ന് കരുതാം. സ്പന്ദാസ്പന്ദൈക രൂപാത്മാ. സ്പന്ദിക്കുകയും സ്പന്ദിക്കാതിരിക്കുകയും, ഇങ്ങനെ 2 ഭാവങ്ങളുണ്ട് ആത്മാവിന്. നിശ്ചലമായ കേവലമായ സ്ഥിതി, ശുദ്ധമായ ബോധാനുഭവം, അത് ഒരവസ്ഥ. മായയെ അംഗീകരിച്ച് പ്രപഞ്ചമായി അത് തന്നെ കാണപ്പെടുന്നു, അത് മറ്റൊരവസ്ഥ. ഇങ്ങനെ നിശ്ചലമായും ചലനാത്മകമായും കാണപ്പെടുന്നു ഈ ആത്മാവ്. വായുർവ്യോമോപമോ യഥ. വായു ആകാശം തന്നെയാണ്. ആകാശത്തിൽ നിന്നുണ്ടാകുന്ന ഭൂതമാണ് വായു. ആകാശം ചലിക്കുന്നില്ല. ആ ആകാശത്തിൽ ചലനം ആരോപിക്കപ്പെടുമ്പോഴാണ് വായുവിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ വായു എന്ന് പറയുന്നത് ആകാശം തന്നെയാണ്.
ആകാശം ചലിക്കുന്നില്ലല്ലോ, വായു ചലിക്കുന്നതാണല്ലോ. ആയിക്കോട്ടെ സുഹൃത്തെ, ഈ ചലനം എന്ന് പറയുന്നത് ആകാശത്തിൽ ആരോപിക്കപ്പെടുമ്പോഴാണ് വായുവിൻ്റെ അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് വായു ആകാശം തന്നെയാണ്. ചലിക്കുന്ന ആകാശം വായു, ചലിക്കാത്ത വായു ആകാശം. ഒരേ കാര്യം തന്നെ. രൂപങ്ങളോട് കൂടിയിരുന്നാൽ ആഭരണം, രൂപങ്ങളില്ലാതിരുന്നാൽ സ്വർണം. ആഭരണങ്ങളായി കാണപ്പെടുമ്പോഴും ആ ആഭരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്വർണം തന്നെയാണ്. ഇങ്ങനെ തത്വവിചാരത്തിലൂടെ നമുക്ക് ഈ ഭൂതങ്ങളെല്ലാം ആകാശത്തിൽ നിന്നുണ്ടായവയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ആകാശം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്നാണ് വേദാന്തം പറയുന്നത്. സകൃദ് വിഭാതം അഖണ്ഡ സ്ഫുരണ രൂപം. ഇതൊരു സ്ഫുരണമാണ്. സ്ഫുരണം എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുക, അതിനെയാണ് സ്ഫുരണം എന്ന് പറയുന്നത്. മിന്നുക, തിളങ്ങുക, ബോധത്തിൻ്റെ ഒരു തിളക്കമാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ ശക്തി പ്രപഞ്ച രൂപത്തിൽ പ്രകടമാകുന്നു. അത് പ്രകാശിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. പ്രപഞ്ചമായി പ്രകാശിക്കാതെ തൻ്റെ മഹിമാവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മത്തെയാണ് നിർഗുണബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെ ശക്തിയോടുകൂടി പ്രപഞ്ചനാമരൂപങ്ങളായി പ്രകടമാകുമ്പോൾ അതിനെ സഗുണബ്രഹ്മം എന്ന് പറയുന്നു. എന്തായാലും എന്ത്, വസ്തു ഒന്ന് തന്നെ. തസ്മാച്ചിന്നഭയേ വേദം ജഗദാകൃതി ലക്ഷ്യത്തെ സർവം ശൂന്യം നിരാലംബം ഭാസനം ചിദ്വിവസ്വതഃ. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ചിദാകാശം തന്നെയാണ്. പ്രപഞ്ചം എന്ന പോലെ, പ്രപഞ്ച പദാർത്ഥങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ അവയിൽ അടങ്ങിയിരിക്കുന്നത് ചിത്ത് മാത്രമാണ്. സർവം ശൂന്യം നിരാലംബം. ഈ പ്രപഞ്ച പദാർത്ഥങ്ങളായി കട്ടിയും ഭാരവും ഗുണങ്ങളും നിറങ്ങളും മണങ്ങളും ഒക്കെ കൂടിയ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളായി കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിന് പറയുകയാണ് എല്ലാം ശൂന്യമാണ്. കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ആകാശത്തെക്കാളും സൂക്ഷ്മമാണെന്ന് പറഞ്ഞു. ആകാശം തന്നെ ശൂന്യതയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ അതിനേക്കാളും സൂക്ഷ്മമായ ഒന്ന് എങ്ങനെ രൂപത്തോട് കൂടിയതായി അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയതായി എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് തീരുമാനിച്ചോളൂ. അതായത് നമ്മൾ കാണുന്ന രീതിയിലൊന്നുമില്ല. സ്വപ്നത്തിലെ പദാർത്ഥങ്ങൾക്ക് ഗുണങ്ങളില്ലേ? ആ സ്വപ്ന പദാർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തവയാണ്. അവിടെ ആ വസ്തുക്കളുടെ ഗുണങ്ങളായി നമ്മൾ അനുഭവിക്കുന്നത് വെറുതെയാണ്. അതൊന്നും വാസ്തവത്തിൽ അവിടെ ഇല്ല. അതുപോലെ ഈ ജഗത്ത് തന്നെ മിഥ്യയാണെങ്കിൽ ജഗത്തിലെ പദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങളും മിഥ്യയാവാനേ തരമുള്ളൂ. സർവം ശൂന്യം നിരാലംബം. ഒരധിഷ്ഠാനവുമില്ലാതെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് പ്രപഞ്ചം. ഉണ്ടെന്ന് തോന്നുന്നത് ശൂന്യമാവാനേ തരമുള്ളൂ. ഉണ്ടെന്ന് തോന്നുന്നത് കള്ളം. യഥാർത്ഥത്തിൽ ഉള്ളതായി ഉണ്ടാവും. ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നതാണ് മിഥ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഭാസനം ചിത് വിവസ്വതഃ. വിവസ്വാൻ സൂര്യൻ. ചിത് സൂര്യൻ്റെ തിളക്കമാണ് ഈ പ്രപഞ്ചം. സൂര്യൻ്റെ പ്രകാശം സൂര്യനിൽ നിന്ന് വേറിട്ടതാണോ? പക്ഷേ സൂര്യൻ വേറെ, സൂര്യരശ്മികൾ വേറെ എന്നല്ലേ നമ്മൾ ധരിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നത്. സൂര്യരശ്മികൾ ഭൂമിയിലെത്തുന്നു. ഏതാണ്ട് 8 മിനിറ്റുകൾ കൊണ്ടാണ് സൂര്യമണ്ഡലത്തിൽ നിന്നും സൂര്യകിരണങ്ങൾ ഭൂമിയിലെത്തുന്നത്. സൂര്യൻ ഭൂമിയിലെത്തുന്നില്ല. സൂര്യനും സൂര്യകിരണവും ഒന്നാണെങ്കിൽ സൂര്യകിരണം മാത്രം എന്തുകൊണ്ട് ഭൂമിയിലെത്തുന്നു? സൂര്യൻ എന്തുകൊണ്ട് ഭൂമിയിലെത്തുന്നില്ല? സുഹൃത്തെ,
നിങ്ങൾ ഈ സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രകാശമല്ലാതെ മറ്റൊന്നുമല്ല. ആ പ്രകാശം ഭൂമിയിൽ എത്തുന്നുണ്ട്. നിങ്ങൾ സൂര്യകിരണങ്ങളിൽ നിന്ന് ഭിന്നമായ ഒന്നാണ് സൂര്യൻ എന്നാണ് കരുതുന്നത്. അവിടെയാണ് തെറ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പാളിപ്പോയി. പ്രകാശത്തിൻ്റെ ഒരു പിണ്ഡം, അതായത് പ്രകാശം തന്നെ സ്വരൂപമായത്, അതാണ് സൂര്യൻ. പ്രകാശമില്ലാത്ത സൂര്യനെയോ സൂര്യനിൽ നിന്ന് പുറപ്പെടാത്ത കിരണത്തെയോ നമുക്കറിയാൻ പറ്റില്ല. ഇത് രണ്ടും വേറെ വേറെ എന്ന് തോന്നുന്നത് അജ്ഞാനം കാരണമാണ്. അജ്ഞാനം കാരണമാണെന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം ചിന്തിക്കാത്തത് കൊണ്ടാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു പ്രകാശഗോളമാണ്. അതിൽ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല. അവയ്ക്ക് തമ്മിൽ ഭേദം കൽപ്പിക്കുന്നതാണ് മനുഷ്യർക്ക് പറ്റുന്ന കുഴപ്പം. അതുകൊണ്ട് പ്രപഞ്ചത്തെ ബ്രഹ്മമായി തന്നെ കണ്ടു. ഇത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്, ബ്രഹ്മത്തിൽ തോന്നുന്ന ഒന്നാണ്, ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഒന്നാണ്. ഒന്നും വേണ്ട, അത് തന്നെ. തത്വമസി എന്ന് ആചാര്യൻ ശിഷ്യനെ നോക്കി ഉപദേശിക്കുന്നില്ലേ, നീ അതാണ്. അതുപോലെ ഇത് അതാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിച്ചുറപ്പിക്കുന്നില്ല? ഇത് പ്രപഞ്ചം അത് തന്നെ. ബ്രഹ്മമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. അതാണ് പരമാർത്ഥം. ശാന്തമേവേദമഖിലം നിരസ്താസ്തമയോദയം സകൃദ്വിഭാതമമലം ദൃഷൻ മൗനമനാമയം. ഈ ബ്രഹ്മം എന്ന് പറയുന്ന സാധനം ഇതെന്തോ ആണിത്, അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ആ ആത്മതത്വത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ശാന്തമേവേദമഖിലം. ഈ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെല്ലാം ശാന്തമായ ബോധമാണ്. ആ ബോധത്തിൽ ഒരു സ്പന്ദനം പോലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സ്പന്ദനം തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിലെങ്ങനെയാണ് ചലനമുണ്ടാവുക? അത് അനങ്ങുന്നില്ല. തദ്ദേജതി തന്നൈജതി. അത് ചലിക്കുന്നു, എന്നാൽ അത് ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചലിക്കാതെ തന്നെ ചലനം അതിൽ ആരോപിക്കപ്പെടുന്നു. ചലനം ആരോപിക്കപ്പെടുമ്പോൾ അത് ചലിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് പരസ്പര വിരുദ്ധമായി ഉപനിഷത്ത് ഈ സത്യത്തെ വിവരിച്ചത്. ഗുരുദേവൻ അതിൻ്റെ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് നിൽക്കുന്നു, പോകുന്നു, ഇതോടും അന്യത്തിനപ്പുറം, അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. അത് നിൽക്കുന്നു, പോകുന്നു. നിൽക്കുന്ന ഒന്ന് പോകാൻ പറ്റില്ല, പോകുന്ന ഒന്ന് അത് നിശ്ചലമായിരിക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് എങ്ങനെയാണ് ഈ നിൽപ്പും പോക്കും? നിന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് പോവാം. പോകുന്ന ഒന്ന് നിശ്ചലതയിലേക്കും വരാം. ഒരേ സമയത്ത് ചലനവും നിശ്ചലതയും എങ്ങനെ ചേരും? ചേരില്ല. പക്ഷേ അങ്ങനെയാണ് ഈ പ്രപഞ്ചം ബോധത്തിൽ കാണപ്പെടുന്നത്. അധിഷ്ഠാനം നിശ്ചലം, അതിൽ ആരോപിക്കപ്പെട്ട പ്രപഞ്ചം ചലനാത്മകം. ഇതെങ്ങനെയെന്നൊന്നും തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. ചലനം ആരോപിക്കപ്പെട്ട ഒന്നാണ്. ചലനത്തെ അധിഷ്ഠാനത്തിൽ ആരോപിക്കുമ്പോഴും അധിഷ്ഠാനം ചലിക്കാത്തത് തന്നെയായി നിലനിൽക്കുന്നു. അത് നിശ്ചലമാണ്. ശാന്തമേവേദമഖിലം നിരസ്താസ്തമയോദയം. ഈ സൂര്യൻ, ചിത് സൂര്യനുണ്ടല്ലോ, അത് ഉദിക്കുകയുമില്ല അസ്തമിക്കുകയുമില്ല. എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന ഒന്നാണത്. സകൃദ് വിഭാതം, അതിന് നിത്യപ്രഭാതമാണുള്ളത്. സൂര്യൻ ഒരിക്കൽ അസ്തമിച്ചിട്ട് പിന്നീട് അടുത്ത ദിവസം ഉദിക്കുമ്പോഴാണല്ലോ നമ്മൾ പ്രഭാതം എന്ന് പറയുന്നത്. ഈ സൂര്യൻ ഒരിക്കൽ ഉദിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരിക്കലും അസ്തമിച്ചിട്ടേ ഇല്ല. എന്നും ഉദിച്ചു നിൽക്കുന്ന ഈ സൂര്യന് നിത്യപ്രഭാതമാണ്. ഈ സൂര്യൻ
എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ദൃഷൻ മൗനമനാമയം, പാറയുടെ അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെ അന്തർഭാഗം പോലെ നിശ്ചലവും നിശബ്ദവുമാണ് ഈ ആത്മാവ്. ഈ ആത്മാവിനെയാണോ നമ്മൾ മന്ത്രം ജപിച്ച് നേടാൻ നോക്കുന്നത്? മന്ത്രം ജപിക്കുന്നത് എന്തിനാണ്? ആത്മാവിനെ കിട്ടാനല്ല, മനസ്സിൻ്റെ ചലനങ്ങൾ നിലയ്ക്കാൻ വേണ്ടിയാണ് മന്ത്രം. ആത്മാവിൻ്റെ സ്വരൂപം നിശബ്ദതയും നിശ്ചലതയുമാണ്. അപ്പോൾ മനസ്സിൻ്റെ ചലനം, സങ്കല്പങ്ങൾ ഉള്ളിൽ ഒടുങ്ങിയാൽ നിശബ്ദതയും മൗനവും മാത്രം അവശേഷിക്കും. അതാണ് ബ്രഹ്മസ്വരൂപം. ഏവം ച ചിത്തോ നിഷ്പ്രപഞ്ചതാ സിദ്ധേത്യ. ചിത്തിൽ വാസ്തവത്തിൽ പ്രപഞ്ചം എന്നൊന്നില്ല. കാരണം ചിത്ത് നിശ്ചലമാണ്. പ്രപഞ്ചം സദാ ചലിച്ചു മറയുന്ന ഒന്നാണ്. നിശ്ചലതയിൽ നിന്ന് എങ്ങനെ ചലനം ഉണ്ടാവും? അതുകൊണ്ട് ചിത്ത് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. തസ്മാത് വദ കഥം ഭാവാ കുതോ ഭാവാ ക്വഭാവധീഃ ക്വദ്വൈതം ക്വൈകതാ കാഹം ക്വഭാവാ ക്വച ഭാവനാഃ. അതുകൊണ്ട് രാമ, നമ്മൾ പറയുന്നതെല്ലാം പാഴ്വാക്കുകളാണ്. എന്തൊക്കെയോ നമ്മൾ പറയുന്നു. ഞാൻ കുറേ വാക്കുകൾ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം. അതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നീ പറയൂ. തസ്മാത് വദ, നീ പറയൂ, എന്നോട് പറഞ്ഞു കേൾപ്പിക്കൂ. കഥം ഭാവാഹ, ഭാവം എന്ന് പറഞ്ഞാൽ അസ്തിത്വം, സങ്കല്പങ്ങൾ, പ്രപഞ്ച പദാർത്ഥങ്ങൾ, ജീവജാലങ്ങൾ എന്നൊക്കെ അർത്ഥം പറയാം. ഈ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ദൃശ്യങ്ങൾ. ഇതൊക്കെ എവിടെ നിന്ന്, എങ്ങനെ ഈ ഭാവങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് വാസ്തവമാണോ? അല്ല. ക്വദ്വൈതം, ദ്വൈതം എന്നൊന്നുണ്ടോ? രണ്ട് എന്ന് പറഞ്ഞാൽ നാനാത്വം. നാനാത്വം എങ്ങനെ ഉണ്ടാവാൻ പറ്റും? ക്വ ഏകത, ഏകത്വം എങ്ങനെ ഉണ്ടാവാൻ പറ്റും? അല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ഏകമെന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ളത് ഒരു ആശയമാണ്. പലത് എന്നുള്ള ആശയവുമായി തട്ടിച്ച് നോക്കി മാത്രമേ ഒന്ന് എന്നുള്ള ആശയത്തിന് നിലനിൽപ്പുള്ളൂ. നിങ്ങൾ ഒന്നിനെ മനസ്സിലാക്കുന്നത് പലതുമായി താരതമ്യം ചെയ്തിട്ടാണ്. പലതല്ലാത്തത് ഒന്ന്. അപ്പോൾ പലതോ? ഒന്നല്ലാത്തത് പലത്. ചുരുക്കം, ഈ ദ്വൈത പ്രപഞ്ചത്തിലുള്ള സകല സാപേക്ഷമായ ആശയങ്ങൾ മാത്രമേ ദ്വൈത പ്രപഞ്ചത്തിലുള്ളൂ. അതൊന്നും വാസ്തവമല്ല. അദ്വൈതം, ദ്വൈതം, ഈ ഭാവങ്ങൾ, ഈ വാക്കുകൾ, ഇവ പോലും സത്യാനുഭവത്തിൽ നിരർത്ഥകങ്ങളായി മാറും. അത് ഒന്നല്ലേ, അത് ഒന്ന് തന്നെ, പക്ഷെ പലതായി കാണപ്പെടുന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പലതായി കാണപ്പെടുന്ന ഒന്നെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഒന്നാവും? അത് യഥാർത്ഥത്തിൽ ഒന്നാണെങ്കിൽ എങ്ങനെയാണത് പലതായി കാണപ്പെടുക? അതുകൊണ്ട് ഏകം അനേകം, ഈ ആശയങ്ങളെല്ലാം ഉപേക്ഷിച്ചേക്കൂ. ഭാവനകൾ, ചിന്തകൾ, ഇതിനെയൊന്നും കുറിച്ച് ആലോചിക്കരുത്. ഇതെല്ലാം എങ്ങനെ എവിടുന്ന് എപ്പോ ആരുണ്ടാക്കി, ഈ വിചാരത്തെ എല്ലാം ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് ഉള്ള ഒന്നിനെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കൂ. മനസ്സുകൊണ്ട് ഈ ആത്മാവിനെ തന്നെ അനുധാവനം ചെയ്യൂ. അതല്ലാതെ വേറെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ല. അവസാനത്തെ ശ്ലോകം കൂടെ വായിച്ചിട്ട് വിട്ടേക്കാം. നിത്യോദിതോ വ്യവഹരന്നപി നിർവികാരോ ദ്വിത്വൈക്യമുക്തമതിരുത്തമശീതളോന്തഃ നിർവാണ ആസ്വവിഗതാമയ ശുദ്ധബോധ ബോധൈകതാമുപഗതോങ്കനസന്ധിഭാവാഃ. ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് ഈ സർഗത്തിൻ്റെ അവസാന പദ്യത്തിൽ പറയുന്നത്. നിത്യോദിതഃ, രാമ, ഈ ആത്മാവ് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനാണ്. നീയും അതുപോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായി വേണം ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കാൻ. ഒരിടത്തും നീ തളർന്നു പോകരുത്. നീ അസ്തമിക്കുന്ന ഒരു സൂര്യനാവരുത്.
പ്രഭ മങ്ങിപ്പോകുന്ന ഒരു സൂര്യനാവരുത്. എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി, പ്രകാശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് കഴിയണം. കാരണം ആത്മാവ് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന ഒന്നാണ്. അതിന് അസ്തമയം എന്നൊരു അവസ്ഥയില്ല. നീ അതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കൂ. നിന്റെ മുഖത്തിലെ പ്രസന്നത, ഉള്ളിലെ അന്തശീതളത ഒരിക്കലും നഷ്ടമാവുകയില്ല. വ്യവഹരന്നപി നിർവികാര. നീ കർമ്മമൊക്കെ ചെയ്തോളൂ, എന്ത് കർമ്മം വേണമെങ്കിലും നീ ചെയ്തോളൂ. നിന്റെ പ്രാരബ്ധത്തിനനുസരിച്ച് നീ പല കർമ്മങ്ങളും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ നിന്റെ മുഖം ഒരിക്കലും വാടരുത്. മുഖത്തിൽ ഒരു ദുഃഖമോ വിഷമമോ കുണ്ഠിതമോ ഭയമോ ടെൻഷനോ ഒന്നും ഉണ്ടാവാൻ അനുവദിക്കരുത്. ദ്വിത്വൈക്യ മുക്തമതിരുത്തമ ശീതളോന്തഃ. ഒന്ന് പലത്. ഈ ചിന്തകളെയൊക്കെ നിന്റെ ബുദ്ധിയിൽ നിന്ന് ഉപേക്ഷിക്കൂ. ഉത്തമമായ ഒരു ഉൾക്കുളിർമ നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. മനസ്സ് സദാ കുളിർമയുള്ളതായി വർത്തിക്കട്ടെ. ഉത്തമ ശീതളോന്തഃ. ഉള്ളിൽ പരമാനന്ദം, പരമസുഖം അനുഭവിച്ചുകൊണ്ട് കഴിയൂ. നിർവാണ ആസ്വ. മോക്ഷസ്ഥിതിയിൽ നിലയുറപ്പിക്കൂ. വിഗതാമയ ശുദ്ധ ബോധ ബോധൈകതാമുപഗതോങ്കന സന്ധിഭാവാഹ. ഈ ദ്വൈതം പലതുണ്ട് എന്നുള്ള ചിന്ത നിന്നെ ബാധിച്ചിട്ടുള്ള ഒരു രോഗമാണ്. അജ്ഞാനം എന്ന് പറയുന്നത് ഒരു വ്യാധിയാണ്. വിഗത ആമയമാണ് ശുദ്ധബോധം. ശുദ്ധമായ ആത്മാവ് സകല രോഗങ്ങളിൽ നിന്നും ചലനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒക്കെ മുക്തമാണ്. ബോധൈകതാമുപഗത. ആ ബോധം മാത്രമേ ഉള്ളൂ എന്ന് നിന്റെ ബുദ്ധി തീരുമാനിക്കട്ടെ. അംഗ അല്ലയോ കുഞ്ഞെ ന സന്ധി ഭാവാഹ. പലത് എന്നുള്ളത്, നാനാത്വം എന്നുള്ളത് ഇവിടെ അല്പം പോലുമില്ല. ഹേ അംഗ. അംഗ എന്ന് പറഞ്ഞാൽ കുഞ്ഞെ എന്നാണ് അർത്ഥം. ത്വം വിഗതാമയ ശുദ്ധബോധരൂപസ്യ തത്വസ്യ ബോധേന. സകല ആമയങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ചലനങ്ങൾ, അതിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്നതാണ് ശുദ്ധബോധം. ആ ബോധമായി നീ നിൽക്കണം. ആ സത്യത്തെ നീ അറിയണം. അപ്പോഴാണ് അതായിട്ട് നിൽക്കാൻ കഴിയുക. അതിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് തദ്ദേകതാമുപഗതഹാസൻ. അതിനെ നിന്നിൽ നിന്ന് അന്യമായ ഒന്നായി അറിഞ്ഞിട്ട് കാര്യമില്ല. നീ അത് തന്നെയാണ് നിന്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന അഭേദ രൂപത്തിൽ ഈ ആത്മാവിനെ സദാ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ. തദ്ദേകതാമുപഗതഹാസൻ നിത്യോദിത വ്യവഹരന്നപി. പലതരത്തിലും നീ വ്യവഹരിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിലുള്ള അന്തശീതളത, ആ സുഖം നഷ്ടപ്പെടാതെ അതിനെ നിലനിർത്തണം. അതിന് ആത്മജ്ഞാനം കൂടിയേ തീരൂ. തദഭിനിവേശ അഭാവാത് നിർവികാര. ഈ ആത്മാവ് ഒന്നുമായും ബന്ധപ്പെടാത്തതാണ്. സ്വതന്ത്രമായി നിൽക്കുന്ന സത്തയാണ്, ഉണ്മയാണ്, ഈശ്വരനാണത്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടുന്നില്ല. ദ്വിത്വൈക്യാഭ്യാം പരസ്പര വിരുദ്ധാഭ്യാം മുക്താ മതിഹി യസ്യ തഥാവിധഹാസന്. ഒന്ന് പലത്. ഈ ചിന്തകളെല്ലാം ഉപേക്ഷിക്കൂ. ഒന്നിൽ നിന്ന് എങ്ങനെയാണ് പലതുണ്ടാവുക? പലതെല്ലാം എങ്ങനെയാണ് ഒന്നാവുക? ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കളയൂ. അന്തഃ ഉത്തമശീതളോ ഭൂത്വ. ഉള്ളിൽ ഉത്തമമായ ഒരു കുളിർമ, വിട്ടുമാറാത്ത ഒരു ശീതളതയുള്ളവനായി, നിർവാണഃ മോക്ഷനിലയിൽ മുക്തനായി നീ കഴിയണം. നിരതിശയാനന്ദ നിർവൃത ആസ്വ. ആ ഉള്ളിലുള്ള ഈ ഉൾക്കുളിർമ അത് പരമാത്മാവിൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപ പ്രാപ്തി കൊണ്ട്, ആ സ്വരൂപ അനുഭവം കൊണ്ട് തന്നെ നീ നിർവൃതനായി തീരണം. യതഃ തേ വിക്ഷേപഹേതവോ ഭാവാഹ ന സന്ദീത്യർത്ഥ. ആ ആത്മാവിൽ തന്നെ നീ നിലയുറപ്പിച്ചാൽ ദ്വൈതചിന്ത നിന്റെ ഉള്ളിൽ ഉദിക്കുകയില്ല. ദ്വൈതചിന്ത ഉണ്ടാകുമ്പോഴാണ് മനസ്സ് വിക്ഷിപ്തമാകുന്നത്, മനസ്സ് ചലിക്കാൻ തുടങ്ങുന്നത്. പലതുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്.
ആ ദ്വൈത ചിന്തകളെയെല്ലാം നീക്കി ആത്മാവെന്ന് പറയുന്ന ആ ഒരു ഏകത്വം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുമ്പോൾ നിൻ്റെ മനസ്സ് പ്രശാന്ത സുന്ദരമായി തീരും. വിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ആ മനസ്സ് മുക്തമാകും. നീ സദാ സുഖമനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിൻ്റെ പ്രാരബ്ധം തീരുന്നത് വരെ ആനന്ദിച്ച് മറ്റുള്ളവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് കഴിയണം. രാമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വയം രമിക്കുന്നവൻ, മറ്റുള്ളവരെ രമിപ്പിക്കുന്നവൻ എന്നാണ്. സ്വയം ആനന്ദം അനുഭവിക്കുന്നു, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവിനെ തന്നെയാണ് ശ്രീരാമനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വസിഷ്ഠ മഹർഷി രാമൻ എന്ന് പറയുന്ന രാജകുമാരനോടല്ല സംസാരിക്കുന്നത്, തൻ്റെ തന്നെ അന്തരാത്മാവായ പുറമേ മറ്റൊരു രൂപത്തിൽ പ്രകടമായിരിക്കുന്ന തന്നോട് തന്നെയാണ് വസിഷ്ഠനെ പോലെയുള്ള മഹർഷികളും തത്വജ്ഞാനികളും എല്ലാവരും ഈ അഭേദ നിലയിൽ, അദ്വൈത നിലയിൽ നിന്നുകൊണ്ടാണ് ഈ അദ്വൈത സത്യത്തെ ഉപദേശിക്കുന്നത്. അങ്ങനെ ആ സർഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ശനിയാഴ്ച നമുക്ക് 104-ാമത്തെ സർഗത്തിലേക്ക് പ്രവേശിക്കാം.